ഹേ ഓൾ, നമ്മൾ ഇപ്പോൾ ഉള്ളത് കുതിരാൻ്റെ അടുത്താണ്. പാലക്കാട് ഒരു കല്യാണം, നമ്മുടെ രഞ്ജുവിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ രണ്ടുമൂന്ന് ഫ്രണ്ട്സ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് പെട്ടെന്ന് കുതിരാൻ ടണലിൻ്റെ സൈഡിലുള്ള നമ്മുടെ പഴയ കുതിരാൻ ക്ഷേത്രത്തിലേക്ക് പോയി അവിടെ വെയിറ്റ് ചെയ്താലോ എന്നൊരു പ്ലാൻ വന്ന് നമ്മൾ നേരെ ഒന്ന് അങ്ങോട്ട് പോകാൻ നോക്കി. ആ പഴയ റോഡെല്ലാം ഓർമ്മയുണ്ടായതുകൊണ്ട് വഴിയൊന്നും തെറ്റിയില്ല. നേരെ നമ്മളെത്തി. കിടിലനൊരു ആംബിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ആ കുറേ കാലങ്ങൾക്ക് ശേഷം കുതിരാൻ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൻ്റെ സൈഡിലെത്തി. ഞാനവിടെ ഒരു കാണിക്കൊക്കെ ഇട്ട് ഞാനും കുട്ടികളും അച്ഛനും രേവതി ഉണ്ടായിരുന്നത്, പിന്നെ അമലിൻ്റെ ഫാമിലിയും അമരീഷൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. അങ്ങനെ എന്തായാലും ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ ക്യാമറ എടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി. എടുത്തപ്പോഴേക്കും ഒരു മങ്കിയും അവൻ്റെ ഫാമിലിയുടെയും ഒരു കപ്പിൾ ഫോട്ടോ, ഫാമിലി ഫോട്ടോ ഒക്കെ നമുക്ക് അവർ പോസ് ചെയ്ത പോലെ ഫോട്ടോസൊക്കെ എടുത്ത് അച്ഛനും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷമാണല്ലോ അവിടെ വരുന്നത്. എങ്ങനെയുണ്ട് സ്ഥലം? എത്ര വർഷം കഴിഞ്ഞാൽ കാണുന്നത്? 2-3 കൊല്ലമായി. എന്ത് ഫീൽ ചെയ്തേ? നോക്കിയേ കളി. ഓക്കെ, ഹായ്. അങ്ങനെ അച്ഛനും രേവതിയൊക്കെ അവിടെ ഒരു കസേരയൊക്കെ ഇട്ടിരുന്നപ്പോഴേക്കും അച്ഛൻ്റെ തൊട്ടടുത്തൊരു മങ്കി വന്നിരുന്നു. അത് കണ്ട് വളരെ എക്സൈറ്റ്മെൻറ്റിൽ ആരാ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഇരിക്കണതെന്ന് ചോദിച്ചാൽ പാത്തുക്കുട്ടി പോയി നോക്കി നിൽക്കുക. അങ്ങനെ അവരുടെ കളിയും തമാശകളും. എനിക്കും പേടിയായിരുന്നു, ഇനി വല്ല മാന്തിയാലെന്നൊക്കെ ഓർത്ത് അവർ കുറച്ച് നേരം ഞങ്ങളവിടെ ഇട്ട് വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും പല ആൾക്കാരും വന്ന് അമലൊക്കെ എത്തി, അമലും ഫാമിലിയൊക്കെ എത്തി. നമ്മളും ഇതെല്ലാം കുറച്ച് നേരം അവിടെ നന്നായിട്ട് സ്പെൻഡ് ചെയ്തു. എടാ തൊടിയോടാ, നല്ല ഒത്ത സൈസും. എടാ ഇത് നിവർത്തിയായിട്ട് പോണാ, നീ വൃത്തിയായിട്ട് കാണിക്കണം. കേട്ടു, രക്ഷയില്ല. എന്തായാലും കൗതുകം പോലെ ഞാൻ അതിനോട് പറഞ്ഞത് മനസ്സിലായതാണോ എന്തോ, നിവർത്തിയോട് പോകാൻ പറഞ്ഞ് അതൊന്നും നിവർത്താൻ ശ്രമിച്ചായിരുന്നു. എന്തായാലും എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു. ആ വഴി ആരെങ്കിലും ഒക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ ആണെങ്കിൽ, അതുപോലെ ക്ഷേത്രത്തിൽ പോകാനും പറ്റിയൊരു സെറ്റപ്പായിരുന്നു കേട്ടോ. എന്തായാലും ആ പോകുന്ന ആൾക്കാരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു. അപ്പോൾ നമ്മളവിടെ ഇരുന്നപ്പോഴേക്കും നമുക്ക് ഒരു സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി. അവർ തൃശ്ശൂരുള്ള ആൾക്കാരാണ്. അവരും ഇടയ്ക്കൊക്കെ ഇവിടെ ഒന്ന് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് എടുപ്പിച്ചു. ഇതാണ് അമലിൻ്റെ പുതിയ ഇഗ്നസ് എടുത്തത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഡ്രൈവായിരുന്നു മേ ബി. അങ്ങനെ വീണ്ടും കുരങ്ങന്മാരും